രാസലഹരിക്കെതിരെ പരിയാരം ജിം വേൾഡ് നടത്തുന്ന ഓൾ ഇന്ത്യ മാരത്തൺ 2025 സീസൺ 1ന്റെ രജിസ്ട്രേഷൻ തുടങ്ങി. മെയ് 4 ഞായറാഴ്ച രാവിലെ 5:30 പരിയാരം സെന്റ് ജോർജ് സ്കൂളിൽ നിന്ന് മാരത്തൺ ആരംഭിക്കും. 4 വിഭാഗങ്ങളിലായി നടത്തുന്ന മാരത്തണിൽ 1300 കായിക താരങ്ങൾ പങ്കെടുക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും ജേഴ്സിയും മെഡലും വിജയികൾക്ക് കാഷ് പ്രൈസുകളും നൽകും. 28 വരെ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ടാകുമെന്ന് ജിം വേൾഡ് മാനേജിംഗ് ഡയറക്ടർ വി. സന്തോഷ്, സി. കെ. സഹജൻ, ജോൺ തെക്കേക്കര, വി. എൽ. ബിനീഷ്, അജയ് മനോജ്, അന്ന ടോസി തോമസ്, ആശ മനോജ്, സനി പ്രശാന്ത് എന്നിവർ അറിയിച്ചു. ജിം വേൾഡ് പരിയാരം നമ്മൾ കാലങ്ങളായിട്ട് കുറച്ച് അനവധി പരിപാടികൾ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞൊരു പ്രസ് മീറ്റിൽ നമ്മൾ വന്നിരുന്നു. ക്രിക്കറ്റ് ലീഗിന്റെ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു വൻ വിജയമായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു മാസത്തെ ഗ്യാപ്പിൽ നമ്മൾ പുതിയൊരു പദ്ധതിയുമായിട്ട് പുതിയൊരു പ്രോഗ്രാമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചനയിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു മാരത്തോൺ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ ഈ ഗവൺമെന്റിന് വേണ്ടി കൂട്ടായിട്ട് നമ്മൾ രാസലഹരിക്കെതിരെ നമ്മൾ ഓൾ ഇന്ത്യ ലെവല് മാരത്തോൺ മത്സരം സംഘടിപ്പിക്കുകയാണ്. പരിയാരത്ത് ആദ്യമായിട്ടാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു മാരത്തോൺ മത്സരം കണ്ടക്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരുപാട് പ്രധാനപ്പെട്ട സ്പോൺസേഴ്സ്, നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, സ്കൂളുകൾ, ഒരുപാട് പേര് നമുക്ക് വേണ്ടി നമ്മളെ ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ പരിപാടി നടത്തുന്നത് മെയ് മാസം 4 ഞായറാഴ്ച പരിയാരം സെന്റ് ജോർജ് സ്കൂളിൽ നിന്നും കൊന്നക്കുഴി കപ്പേള ചാട്ടുകല്ല് തറ കപ്പേളയിൽ വരെ ഒരു ഹാഫ് മാരത്തോണാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം മിനി മാരത്തോൺ 10 കിലോമീറ്റർ, പിന്നീട് 5 കിലോമീറ്റർ, പിന്നീട് 3 കിലോമീറ്റർ, അങ്ങനെ 4 ഇവന്റുകളായിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നുമല്ല, നമുക്ക് മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ ഈ ചാലക്കുടി പരിയാരം പട്ടണത്തിലേക്ക് എത്തിച്ചേരും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1000-ലധികം കായിക താരങ്ങളെയാണ് നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്നതായിരിക്കും. ഇനി അതുമായി ബന്ധപ്പെട്ട് സഹജൻ ചേട്ടൻ സംസാരിക്കുന്നതായിരിക്കും. ജിം വേൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനായിട്ടുള്ളത്. നമ്മള് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇതിക്ക് മുൻപും പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. ഇപ്പോ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഈ രാസലഹരിക്കെതിരെ നമ്മുടെ ഗവൺമെന്റും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളിലെ ആളുകളെ പ്രോത്സാഹിപ്പിക്കാതെ കണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജിം വേൾഡ് ക്ലബും ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ